കേരളത്തിൽ നിന്നെത്തിയ ഭിന്നശേഷി വിദ്യാർത്ഥികൾ ഗൾഫ് മേഖലയിൽ ആദ്യമായി അവതരിപ്പിച്ച കലാപ്രകടനങ്ങൾ പ്രവാസികൾക്ക് വിസ്മയക്കാഴ്ചയായി. തണൽ സ്കൂളിലെ ഭിന്നശേഷി വിദ്യാർത്ഥികളും രക്ഷിതാക്കളും വേഷമിട്ട നാടകാവിഷ്കാരവും ശ്രദ്ധേയമായി. ചിരിയിലേക്കുള്ള ദൂരം എന്ന നാടകമാണ് വിദ്യാർത്ഥികൾ അവതരിപ്പിച്ചത്. ബഹ്റൈൻ കേരളീയ സമാജം ഹാളിലെ നിറഞ്ഞ സദസ്സിന് മുന്നിൽ ഭിന്നശേഷി വിദ്യാർത്ഥികളും അമ്മമാരും വേഷമിട്ട വേറിട്ട നാടകാവിഷ്കാരം ആസ്വാദകരെ വിസ്മയിപ്പിച്ചു. സർഗസിദ്ധികളുടെ കാര്യത്തിൽ തങ്ങൾ ആരെക്കാളും പിന്നിലല്ലെന്ന് തെളിയിക്കുകയായിരുന്നു വിദ്യാർത്ഥികൾ. തങ്ങളുടെ കഴിവുകൾ പ്രകടിപ്പിക്കാൻ കഴിഞ്ഞതിലുള്ള സന്തോഷമായിരുന്നു കുട്ടികൾക്ക്. ഞാൻ ഡാൻസ് ടീച്ചറാണ്. ബഹ്റൈനിൽ വന്നിട്ട് ഈ നാടകം ചെയ്യാൻ പറ്റിയതിൽ സന്തോഷമുണ്ട്. കൂടെ വന്ന അമ്മമാർക്കും നിറഞ്ഞ സംതൃപ്തി. ഞങ്ങൾ ബഹ്റിൽ വന്നു, സന്തോഷമായി എല്ലാവരെയും കണ്ട്. തണൽ ബഹ്റൈൻ ചാപ്റ്റർ സംഘടിപ്പിച്ച പരിപാടിയിൽ സുപ്രീം കോടതി മുൻ ജഡ്ജി കുര്യൻ ജോസഫ് മുഖ്യപ്രഭാഷണം നടത്തി. കേരളീയ സമാജം പ്രസിഡന്റ് PV രാധാകൃഷ്ണപിള്ള അധ്യക്ഷം വഹിച്ചു. ബഹ്റൈൻ പാർലമെന്റ് മെമ്പർ ഡോക്ടർ മസൂമ ഹസൻ അബ്ദുറഹീം, തണൽ ചെയർമാൻ ഡോക്ടർ ഇദ്രീസ്, അമേരിക്കൻ ഗവേഷക അന്ന ക്ലമന്റ്, ഹൈക്കോടതി അഭിഭാഷക ഡോക്ടർ സ്മിത നിസാർ തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. ക്യാമറ പേഴ്സൺ ആന്റണിയോടൊപ്പം സിറാജ് പള്ളിക്കര, മീഡിയ 1, ബഹ്റൈൻ.